Good morning all. Welcome to Material Handling and Facilities Planning ഓൺലൈൻ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചതായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫാക്ടറി ലേഔട്ട് അല്ലെങ്കിൽ ഓഫീസ് സ്റ്റോറേജ് ഏരിയ ലേഔട്ട്സ്, അതിൻ്റെ ഡിഫറെൻറ്റ് ഡിസൈൻ ആസ്പെക്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കൺസിഡറേഷൻസ് എക്സെട്ര ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ ആ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നതായ വർക്കിംഗ് പീപ്പിളിൻ്റെ കൺസിഡറേഷൻസ്, പിന്നെ പ്രോഡക്റ്റ് പ്രോസസ്, ജനറൽ എക്യുപ്മെൻറ്റ്, അതിൻ്റെ ലൊക്കേഷൻ, പിന്നെ അതിനുശേഷം അതിലേക്ക് നമ്മൾ വന്നത് അതിൻ്റെ ജനറൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് അല്ല ഐഡിയാസിന് ശേഷം നമ്മൾ പിന്നെ വന്നത് അതിൻ്റെ ഒരു പ്ലാനിങ് സെക്ഷനെ പറ്റിയാണ്. അതായത് ആ ലേഔട്ട് അല്ലെങ്കിൽ ആ ഫാക്ടറി എപ്രകാരം ആയിരിക്കണം എന്നുള്ളതിൻ്റെ അതിൻ്റെ പ്ലാനിങ് സെക്ഷനിലേക്കാണ് പിന്നീട് വന്നത്. പിന്നെ സർട്ടൻ ലൈൻ ബാലൻസിങ് മെത്തേഡ്സ് എക്സെട്ര. അതിനുശേഷം നമ്മൾ പിന്നെ നോക്കിയത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് വഴി അതിൻ്റെ ലേഔട്ട് ഡിസൈൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ആ ലേഔട്ട് അല്ലെങ്കിൽ ആ ഫാക്ടറിയുടെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായ ലൈറ്റിംഗ്, വെന്റിലേഷൻ സച്ചസ് എൻവയോൺമെൻ്റൽ ആസ്പെക്ട്സ്. കാരണം അതെല്ലാം കൂടെ ഒരു ടോട്ടലായിട്ട് ഉള്ള ഇൻ്റഗ്രേഷൻ വന്നെങ്കിൽ മാത്രമേ ഒരു കംപ്ലീറ്റ് ലേഔട്ട് ഡിസൈൻ നമുക്ക് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നീട് കുറച്ച് പ്ലാൻ സർവീസസ്, അതായത് പ്ലാൻസിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കുറച്ച് സർട്ടൻ സർവീസസിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം തന്നെ പറഞ്ഞത് അതിൻ്റെ മേജറായിട്ട്, അതായത് ഒരു ഫാക്ടറി അല്ലെങ്കിൽ സ്റ്റോറേജ് ഏരിയ അല്ലെങ്കിൽ ഒരു ഓഫീസ് ഏരിയ, ഇത്രയും കാര്യങ്ങളുടെ അതിനകത്ത് എപ്രകാരമായിരിക്കണം ഒരു നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള പ്രൊഡക്ഷൻ എന്നുള്ളതാണ്, ഹൈ പ്രോഫിറ്റ് എന്നുള്ളതാണ് എപ്പോഴും ഒരു കൺസെപ്റ്റ്. അപ്പം അതിലേക്ക് അച്ചീവ് ചെയ്യാൻ തക്കണം, ആ എയിം അച്ചീവ് ചെയ്യാൻ തക്കവണ്ണം ഏതെല്ലാം രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതെല്ലാം രീതിയിലുള്ള കൺസിഡറേഷൻസ് നമ്മൾ നോക്കണം എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്തു വന്നത്. ഇനിയും അടുത്ത നമ്മൾ കിടക്കാൻ പോകുന്നത് ഒരു സേഫ്റ്റി സെക്ഷനാണ്. അതായത് പ്രോപ്പർലി നമ്മൾ ആദ്യം അതിൻ്റെ ജനറലായിട്ടുള്ള ഐഡിയാസ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം ലേഔട്ട്, എന്തായിരിക്കും ലേഔട്ടിൽ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായ നമ്മുടെ കാര്യം എന്ന് പറയുന്നത് സേഫ്റ്റി തന്നെയാണ്. അതായത് വർക്കിംഗ് പീപ്പിളിൻ്റെയും അതോടൊപ്പം തന്നെ എക്യുപ്മെൻറ്റ്സിൻ്റെയും സേഫ്റ്റിയാണ് അടുത്ത ഒരു ടോപ്പിക്. അതായത് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്ലാൻ സേഫ്റ്റി. പ്ലാൻ സേഫ്റ്റി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വാട്ട് ഈസ് സേഫ്റ്റി? സേഫ്റ്റി എന്ന് പറയുന്നത് മെയിൻലി ഒരു പർട്ടിക്കുലർ വേർഡിലേക്ക് തന്നെ ആയിട്ട് ചുരുങ്ങും. അതായത് പേഴ്സണൽ ഹെൽത്ത്. ഒരു വർക്കിംഗ് പീപ്പിളിൻ്റെ ആണ് സാധാരണഗതി നമ്മൾ പറയുകയാണെങ്കിൽ പ്ലാൻ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ കൂടെ നമ്മൾ സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ ഹെൽത്തിൻ്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വിത്തൗട്ട് എനി ഇഞ്ചുറി ആയിട്ടുള്ളൊരു ഇതിനെയാണ് നമ്മൾ സേഫ്റ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്ലാൻ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂയിങ് ആൻഡ് ഹെൽത്തി ലിവിങ് വിത്തൗട്ട് ഇഞ്ചുറി ഇൻസൈഡ് ദ പ്ലാന്റ്. അതായത് ഒരു പ്ലാന്റിനുള്ളിൽ തന്നെ ഒരു ഇഞ്ചുറിയും കൂടാതെ തന്നെ അവരുടെ വർക്ക് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് പ്ലാൻ സേഫ്റ്റി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സേഫ്റ്റി വേറൊരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അത് ആ എൻവയോൺമെൻറ്റിൽ, അതായത് ആ ഫാക്ടറിയിൽ തന്നെ ഒരു ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും പ്ലാൻ സേഫ്റ്റിയുടെ കീഴിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതായത് ശ്രദ്ധിക്കുക, 2 പോയിന്റ്സ് ആണ്. ഒന്ന്, പ്ലാന്റിൽ തന്നെ ഉള്ള ഈവൻ എക്യുപ്മെന്റ്സ് ആട്ടെ വർക്കിംഗ് പീപ്പിൾസ് ആട്ടെ 2 പേർക്ക് ഇഞ്ചുറി ഇല്ലാതെ ആ ടൈമിൽ കംപ്ലീറ്റ് ചെയ്ത് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആ പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് കൊടുക്കുന്നത് വഴി ഇഞ്ചുറി അല്ലെ കൂടാതെയുള്ള പ്രോപ്പർ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നതും സേഫ്റ്റിയുടെ കീഴിലാണ് വരുന്നത്. അതിന് താഴേക്ക് വരുമ്പോൾ എലമെന്റ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി. 3 പ്രധാന കാര്യങ്ങളാണ് ഇൻഡസ്ട്രിക്കകത്തുള്ള സേഫ്റ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അതായത് സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ്. ദീസ് 3, ഈ 3 കാര്യങ്ങളും ഒരുപോലെ അറിയപ്പെടുന്നത് ഷീ എന്നാണ്. ഫസ്റ്റ് വൺ, സേഫ്റ്റി. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ നമ്മൾ ഈ പോയിന്റ്സ് തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഒന്നര ഓർക്കുക, വർക്ക്മാൻസ് അതായത് വർക്കിംഗ് പീപ്പിളിൻ്റെ സേഫ്റ്റി സൈഡും അതോടൊപ്പം തന്നെ അതിൻ്റെ സേഫായിട്ടുള്ള വർക്ക് പ്രാക്ടീസസ്
ആ വർക്കിംഗ് പീപ്പിളിന് നൽകുന്നതുമാണ് ആ സേഫ്റ്റി എന്ന് പറയുന്ന ഹെഡിങ്ങിനകത്ത് കീഴിൽ എഴുതേണ്ടത്. നമ്മൾ പ്ലാൻ സേഫ്റ്റി എന്ന് പറയുമ്പോൾ ടോട്ടലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും സെപ്പറേറ്റ് എലമെൻറ്റ്സ് ആയിട്ട് ഇൻഡസ്ട്രിയൽ സേഫ്റ്റിക്കകത്ത് തന്നെ സെപ്പറേറ്റ് എലമെൻ്റ് ആയിട്ട് സേഫ്റ്റി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ടൂൾസിൻ്റെയും മറ്റു കാര്യങ്ങളിലും ഒക്കെ സേഫ്റ്റി സെക്ഷനും അതോടൊപ്പം തന്നെ വർക്കിംഗ് പീപ്പിൾസ് കണ്ടിന്യൂ ചെയ്യുന്നതായ സേഫ്റ്റി മെഷേഴ്സുമാണ്. രണ്ടാമത്തേത് ഹെൽത്ത് എന്ന് പറയുന്ന അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെഷേഴ്സ് അവരുടെ ഈ വർക്കിംഗ് എൻവയോൺമെൻറ്റിലുള്ള ചില സർട്ടൺ സർട്ടൺ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഈവൻ ഗ്യാസസ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ റൈസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വർക്കേഴ്സിൻ്റെ ഹെൽത്തിനെ അതുവഴി അതിൻ്റെ പ്രൊഡക്ഷനെയും ബാധിക്കും. സോ അതിന് തക്കമുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആദ്യം തന്നെ എടുക്കണമെന്നാണ് ഹെൽത്ത് എന്ന് പറഞ്ഞ പോയിന്റ് വരുന്നത്. എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് അടുത്ത പോയിന്റ്. എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഈ എൻവയോൺമെൻറ്റ് ഈ ഫാക്ടറി വഴി അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി വഴി മറ്റ് എൻവയോൺമെൻറ്റൽ അതായത് ടോട്ടൽ എർത്തിനായിട്ടുണ്ടാകുന്ന എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, അതായത് ലൈക്ക് പൊല്യൂഷൻ, മെയിൻലി എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ എക്സെട്ര, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് എൻവയോൺമെൻറ്റ് എന്ന ടോപ്പിക്ക് വരുന്നത്. ഇങ്ങനെയുള്ള പോയിന്റുകൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ കഴിവതും വെറുതെ കരുതാതെ കുറച്ച് പോയിന്റ്സിലേക്ക്, അതായത് നിങ്ങൾ ഈ നോട്ട്സ് കുറച്ചും കൂടെ പ്രോപ്പർലി വായിച്ചിട്ട് അതിൻ്റെ ഒരു പോയിന്റ് വൈസ് ആയിട്ട് എഴുതുമ്പോഴാണ് കുറച്ചും കൂടെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതാതെ പോയിന്റ് എഴുതി അതിന് ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് പോവുക. ഓക്കെ, നെക്സ്റ്റ് പ്ലാൻ സേഫ്റ്റി പ്രോഗ്രാംസ്. നെക്സ്റ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത് പ്ലാൻ സേഫ്റ്റി പ്രോഗ്രാംസ്. ഇറ്റ് ഈസ് നെസസറി ടു ഐഡന്റിഫൈ ദ പോസിബിൾ കോസസ് ഓഫ് ആക്സിഡന്റ്, then study them and then take effective steps for their preventions. അതായത് ഇറ്റ്സ് ക്ലിയർ ആണ് ആ ലൈനകത്ത് തന്നെ. ഒരു ഇൻഡസ്ട്രിക്കകത്ത് അല്ലെങ്കിൽ ഒരു പ്ലാന്റിനകത്ത് ഉണ്ടാകുന്ന ആക്സിഡൻസിൻ്റെ മെയിൻ കാരണങ്ങൾ കണ്ടുപിടിക്കുക, അതിനുശേഷം അതിനെ സ്റ്റഡി ചെയ്യുക, അതിന് പ്രോപ്പറായിട്ട് എടുക്കാവുന്ന പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുക. ഇതാണ് ഒരു പ്ലാൻ സേഫ്റ്റി പ്രോഗ്രാമിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ മെയിൻ ആവശ്യകത എന്ന് തന്നെ പറയണം. ഇറ്റ്സ് എ നെസസറി ദാറ്റ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാൻ സേഫ്റ്റി പ്രോഗ്രാം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് പ്ലാന്റ് ലേഔട്ട്, മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെൻറ്റ് റിക്വയർമെൻറ്റ്, സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ്, ഫയർ ഫൈറ്റിംഗ് ഫെസിലിറ്റീസ്, ഹൗസ് കീപ്പിംഗ്. ഇത്രയും കാര്യങ്ങൾ നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാൻ സേഫ്റ്റി പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള എസെൻഷ്യൽ സേഫ്റ്റി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു എഫക്റ്റീവ് പ്ലാൻ സേഫ്റ്റി പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം ഒരു എസെൻഷ്യൽ പ്രോഗ്രാമിലേക്ക് നീങ്ങിപ്പോവാൻ തക്കവണ്ണം ഉള്ള കാര്യങ്ങളാണ് അടുത്ത് പറയുന്നത്. സീക്ക് സപ്പോർട്ട് ഫ്രം ടോപ്പ് മാനേജ്മെന്റ്, അപ്പോയിന്റ് 1 person in ഓർഗനൈസേഷൻ, അങ്ങനെയുള്ള 6 points. ആ 6 pointsലും പറയുന്നതും ആദ്യം പറഞ്ഞ 6 pointsമായിട്ട് ഒരേ ഒരു വ്യത്യാസം മാത്രമാണുള്ളത്. അതിൻ്റെ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പറയുന്ന 6 pointsഉം ആ ഫോളോയിങ് ഏരിയാസ്, അതായത് ആ ഇന്ന ഏരിയകളിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഒരു പ്ലാൻ സേഫ്റ്റി പ്രോഗ്രാം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമതായിട്ട് പറയുന്ന ആ 6 points എന്ന് പറയുന്നത് പ്രോഗ്രാം നല്ലതാകാൻ വേണ്ടി, പ്ലാൻ സേഫ്റ്റി പ്രോഗ്രാം നല്ലതാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയതായ 6 കാര്യങ്ങളാണ്. അതിനുശേഷം വരുന്നത് സേഫ്റ്റി പ്രോഗ്രാംസ് 3 ഫേസസിലാണ് ഉള്ളത്, അല്ലെങ്കിൽ 3 ഫേസിലാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ 3 ഫേസസിലാണ് അത് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ സെൽഫ് അവയർനെസ്, സെക്കൻഡ് വൺ സേഫ്റ്റി ഇംപ്ലിമെന്റേഷൻ, തേർഡ് വൺ സേഫ്റ്റി പ്രോഗ്രാം മെയിൻ്റനൻസ്. അത് ആ പറഞ്ഞതിനകത്ത് നിന്ന് തന്നെ ക്ലിയർ ആണ്. അതായത് ഒരു പ്ലാൻ സേഫ്റ്റിന് ആവശ്യമായ പ്രോഗ്രാം, അതായത് നമ്മളൊരു ആക്സിഡന്റ് വരുമ്പോൾ ആക്സിഡന്റ് കോസ് കണ്ടുപിടിച്ച് അതിനെ റെക്ടിഫൈ ചെയ്യാൻ തക്കവണ്ണം അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുന്നെന്ന് പറഞ്ഞു. ആ ചെയ്യുന്ന പ്രോസസ്സിന് അല്ലെങ്കിൽ നടക്കുന്ന അത്രയും സ്റ്റെപ്സിനാണ് നമ്മൾ ഈ പ്ലാൻ സേഫ്റ്റി പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് ചെയ്യാൻ ഉപയോഗിക്കുന്നതായ ടൂളാണ് പ്ലാൻ സേഫ്റ്റി പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്ലാൻ സേഫ്റ്റി പ്രോഗ്രാമിനെ നമ്മൾ 3 നിലയിലാണ് നടത്തുന്നത്, അല്ലെങ്കിൽ 3 ഫേസസ് ആയിട്ടാണ് നടത്തുന്നത്. ഒന്ന്, ആദ്യം സെൽഫ് അവയർനെസ് കൊടുത്തുകൊണ്ട്, അതായത് ആദ്യം തന്നെ വർക്കിംഗ് പീപ്പിൾസിനും അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്, അതിന് തക്കവണ്ണമുള്ള എർഗണോമിക്സ് എന്നൊരു വേർഡ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. എർഗണോമിക്സ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ തക്കവണ്ണം ബോഡി മൂവ്മെന്റ്സ് എപ്രകാരമായിരിക്കണം, അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു മെഷീനറി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്തിന് ഇഞ്ചേർഡ് ആകാത്ത തരത്തിൽ
എപ്രകാരം നമ്മുടെ സ്കെൽറ്റൺ മൂവ്മെൻറ്റ്സ് എപ്രകാരമായിരിക്കണം എന്നാണ് എർഗണോമിക്സ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ജോബ് സേഫ്റ്റി അനാലിസിസ് ടെക്നിക്സ്. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് സേഫ്റ്റി ഇംപ്ലിമെൻറ്റേഷനാണ്. അതായത് പ്രോപ്പറായിട്ടുള്ള സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻസ്, മെഷീനറി ലൊക്കേഷൻസ്, അതായത് ഒന്നിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കല്ലെ ആ എക്യുപ്മെൻറ്റ്സ്, ആ മെഷീനറി ഇപ്പോൾ ഇച്ചിരി വളരെ ഹൈ ടെമ്പറേച്ചറുള്ള ഒരു മെഷീനറി എന്ന് പറയുന്നത് എല്ലാ വർക്കിംഗ് പീപ്പിളും കൂടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ അത് ഒരു സർട്ടൺ ഡിസ്റ്റൻസിൽ അപ്പുറത്തേക്കോ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടോ അത് കൺവേ ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. അങ്ങനെ നോക്കി ചെയ്യണം. ലാസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ സേഫ്റ്റി പ്രോഗ്രാം മെയിൻ്റെനൻസ്. അതായത് സേഫ്റ്റി പ്രോഗ്രാം മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിസിപ്പൻസിന് അല്ലെങ്കിൽ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ ആൾക്കും കറക്റ്റായിട്ട് പ്രോപ്പർലി ഒരു ടൈം ടു ടൈം ആയിട്ട് ഇതിനെപ്പറ്റിയുള്ള സേഫ്റ്റി മെഷേഴ്സിനെ പറ്റിയുള്ള അറിവുകൾ കൊടുക്കണം. കാരണം കുറേ അധികം നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ പല കാര്യങ്ങളും അതിൽ നിന്ന് ഒരു അപ്ഡേറ്റ്സ് കുറവ് വരുമ്പോഴത്തേനും വർക്കിംഗ് പീപ്പിൾസ് തന്നെ സേഫ്റ്റി മെഷേഴ്സിലേക്ക് സേഫ്റ്റി മെഷേഴ്സിലുള്ള അവരുടെ ആ ഒരു ലെസ് ഇമ്പോർട്ടൻസ് അവർ കൊടുക്കും. അതോടൊപ്പം തന്നെ ബ്രാഞ്ച് സേഫ്റ്റി മെഷേഴ്സായ ചില ഫയർ ഫൈറ്റിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, ഫയർ ഫൈറ്റിംഗ് ഫെസിലിറ്റീസ് ഒക്കെ തന്നെ പ്രോപ്പർ ടൈമുകളിൽ നമ്മൾ അത് റിന്യൂ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ മാത്രമേ ഇത് പ്രോപ്പർ ടൈമിൽ നമുക്ക് ആവശ്യമായ ആക്സിഡൻറ്റ് ടൈമിൽ അത് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് മൂവ് ഓൺ ടു ദ എലമെന്റ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി. എലമെന്റ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റിക്കകത്ത് സർട്ടൺ ടോപ്പിക്സ് ആണ് വരുന്നത്. അതായത് നീഡ് ഫോർ സേഫ്റ്റി, ഓർഗനൈസേഷൻ ഫോർ സേഫ്റ്റി, സേഫ്റ്റി കമ്മിറ്റി, സേഫ്റ്റി പ്രോഗ്രാം, സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ട്രെയിനിങ്. ഇത്രയും 5 പോയിന്റുകളാണ് എലമെന്റ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റിക്കകത്ത് വരുന്നത്. അതായത് ഒരു ഇൻഡസ്ട്രിക്കകത്തെ അല്ലെങ്കിൽ ഒരു പ്ലാന്റിനകത്തെ സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ തുടർന്ന് പോകാൻ അല്ലെങ്കിൽ സേഫ്റ്റിയുടെ 100% അഷുറൻസ് നൽകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ പാർട്ടിക്കിൾസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എലമെന്റ്സ് ഒരിക്കലും പാർട്ടിക്കിൾസ് ആകില്ലെങ്കിലും ഒരു പാർട്ടിക്കിൾസ് എന്നുള്ള രൂപത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതാണ്. പാർട്ടിക്കിൾസ് എന്നുള്ള രൂപത്തിൽ വേണം പറയാം. അത് എന്തൊക്കെ വേണം എന്നുള്ളതാണ്. അതിനെ അവിടെ ഈ കൊടുത്തിരിക്കുന്ന നോട്ട്സിലുള്ള അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റിക്കകത്ത് പറയുന്നത് ആ എഴുതുന്ന പോയിന്റ്സ് അല്ല ഒരിക്കലും എലമെന്റ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി. അത് എന്താണ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി, അത് ഇത് ഈ സേഫ്റ്റി മൂവ്മെന്റ് അല്ലെങ്കിൽ സേഫ്റ്റിയുടെ ഈ പ്രോഗ്രാംസ് എന്നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനെ പറ്റിയുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും എലമെന്റ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് ചോദിച്ചാൽ എഴുതേണ്ടതായ ആൻസർ എന്ന് പറയുന്നത് നീഡ് ഫോർ സേഫ്റ്റി, ഓർഗനൈസേഷൻ ഫോർ സേഫ്റ്റി, സേഫ്റ്റി കമ്മിറ്റി, സേഫ്റ്റി പ്രോഗ്രാം, സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ്. ഒരിക്കലും ആ ടോപ്പിക്കിൻ്റെ താഴെ വരുന്നതായ ആ നോട്ടല്ല ഒരിക്കലും എഴുതേണ്ടത്. അവിടെ കാര്യങ്ങൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഈ മോഡേൺ സേഫ്റ്റി മൂവ്മെൻറ്റ് 1912 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒത്തിരിയധികം ആക്സിഡൻറ്റ്സ് റെഡ്യൂസ് ചെയ്തു. പിന്നെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി കൊണ്ട് റിയലൈസ് ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ്സ് വഴി ഈ പ്രൊഡക്ഷനിൽ ഒത്തിരി ലോസ് സംഭവിച്ചിരുന്നു. അല്ലെങ്കിൽ വർക്കേഴ്സിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്കൊക്കെ ഒത്തിരി ലോസ് വന്നിരുന്നു. അതൊക്കെ ഒത്തിരി അധികം കുറയ്ക്കാൻ സാധിച്ചു. പിന്നെ ഒത്തിരി അധികം മരണസംഖ്യകൾ, ഡെത്ത് റേറ്റ് ഒത്തിരി കുറയ്ക്കാൻ സാധിച്ചു ആക്സിഡൻറ്റ്സ് വഴി. പിന്നെ ഒരു ഈവൻ ഒരു ടൂളിൽ പോലും ആ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ് കൊണ്ടുവന്നത് കൊണ്ട് ഈവൻ വർക്കിംഗ് പീപ്പിൾസിന് സ്മൂത്തായിട്ട് അവർക്ക് അവരുടെ ടൈം ടു ടൈം ആയിട്ട് അവരുടെ പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എലമെന്റ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി നേരെ താഴെയുള്ള നോട്ട്സിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നീഡ് ഫോർ സേഫ്റ്റി. ആ എലമെന്റ്സ് നിങ്ങൾ ഓരോന്നായിട്ട് വായിച്ചു നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിപ്പോൾ ഇത്രയും അധികം വാസ്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരേ ഒരു കാര്യം തന്നെ സേഫ്റ്റി എന്നുള്ളത് തന്നെയാണ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. സോ കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് സേഫ്റ്റിയുടെ നീഡാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് സേഫ്റ്റി, അത് അവിടെ തന്നെ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ, പിന്നെ എക്യുപ്മെന്റ്സിലെ മെഷീനറിയുടെ ഡാമേജസ് കുറയ്ക്കാൻ, ടാലന്റ് വർക്കേഴ്സിന്റെ ഡെത്ത്, അതായത് സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് വളരെ കുറച്ച് മാത്രമേ നമുക്ക് അവൈലബിൾ ആകത്തുള്ളൂ. സോ അവർക്ക് ഒരു ആക്സിഡൻസ് മൂലം അവരെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ തക്കൊണ്ടൊക്കെയാണ്. ഇതൊക്കെയാണ് ഒരു സേഫ്റ്റി കൊണ്ടുള്ള ആവശ്യകത.
പിന്നെ ഓർഗനൈസേഷൻ ഫോർ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയുള്ളതായ അത് ഒരു ഓർഗനൈസേഷൻ, അതായത് ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു പ്ലാന്റിൽ അല്ലെങ്കിൽ ഈവൻ ഒരു ചെറിയ റീറ്റെയിൽ ഷോപ്പിൽ വരെ അതിൻ്റെ സൂപ്പർവൈസർ അല്ലെങ്കിൽ അതിൻ്റെ ഓണർ ആയിരിക്കും. ഇപ്പോൾ ഒരു ഷോപ്പിനെ സംബന്ധിച്ച്, ഇപ്പോൾ ഇൻഡസ്ട്രി ആണെങ്കിൽ നമ്മൾ അതിനകത്തൊരു സൂപ്പർവൈസർ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ഷോപ്പിനെ സംബന്ധിച്ചതൊക്കെ പറയുകയാണെങ്കിൽ ചെറിയൊരു ലോക്കൽ ഷോപ്പാണെങ്കിൽ അതിനകത്ത് ഒരു അതിൻ്റെ ഓണർ അല്ലെങ്കിൽ അവിടെ ആരാണോ അതിൻ്റെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇൻചാർജ് അവർ തന്നെ ആയിരിക്കും ആ സേഫ്റ്റിയുടെ മെയിൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ. സോ അവരെ നിയമിച്ച്, അതായത് ഇപ്പം നമുക്ക് ഷോപ്പ് പോലെയുള്ള ചെറിയ റീറ്റെയിൽ ആയിട്ടുള്ള സെൻറ്റേഴ്സിലേക്ക് നമുക്ക് വരേണ്ടത് കാര്യമില്ല. നമുക്ക് നോക്കുമ്പോൾ ഒരു ഇൻഡസ്ട്രി വൈസിൽ അവിടെ തന്നെ സേഫ്റ്റി എല്ലാ വർക്കേഴ്സിനും അതോടൊപ്പം തന്നെ എല്ലാ മെഷീനറിക്കും മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ തന്നെ സേഫ്റ്റി ഒരു സെക്ഷൻ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒട്ടുമിക്ക എല്ലാ കമ്പനികൾക്കും, ഇപ്പോൾ ഉള്ള ഫാക്ടറികൾക്കും കമ്പനികൾക്കും എല്ലാം തന്നെ സേഫ്റ്റി സെക്ഷൻസ് ഉണ്ട്. അതായത് സേഫ്റ്റി ഡീറ്റെയിൽഡ് ആയിട്ട് തെറവപ്പ് ചെയ്ത് അതിൻ്റെ പർട്ടിക്കുലർ അപ്ഡേറ്റ്സ് ലഭിച്ച ഒരാൾ, അതായത് സൂപ്പർവൈസർ സെക്ഷൻ പോലെയുള്ള ഒരാൾ അതിൻ്റെ സേഫ്റ്റി ടാസ്കസ് എങ്ങനെയാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ ഒരു പ്രത്യേക സെക്ഷൻ തന്നെ, അതിനകത്ത് ഒരു പ്രത്യേക ഫോർമാനോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഓഫീസറിനെ അതിനായിട്ട് ഇൻചാർജ് കൊടുത്ത് ഒരു ഡിപ്പാർട്ട്മെൻ്റാക്കി തിരിച്ച് വെച്ചിട്ടുണ്ട്. അതുവഴി പ്രോപ്പറായിട്ടുള്ള കമ്മിറ്റി കൂടിച്ചേയും ഒരു മീറ്റിംഗ് കൂടുകയും അങ്ങനെയൊക്കെയുള്ള പ്രോപ്പർ അപ്ഡേറ്റ്സ് ബാക്കി എൻവയോൺമെൻറ്റിനും ബാക്കി വർക്കിംഗ് പീപ്പിൾസിനും കൊടുക്കും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി കമ്മിറ്റിയാണ്. ഈ സേഫ്റ്റി കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് എക്സിക്യൂട്ടീവ്സ്, സൂപ്പർവൈസേഴ്സ് ആൻഡ് ഷോപ്പ് ഫ്ലോർ വർക്കേഴ്സ്. അത് ക്ലിയർ ആണ് അതിനകത്ത് നിന്ന്. അതുവഴി ലോവർ റെക്കോർഡ് ഓഫ് ആക്സിഡൻസ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി പ്രോഗ്രാംസ് ആണ്. അതായത് ആക്സിഡൻസ് അപ്രോപ്രിയേറ്റ് ആ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന സർട്ടൺ ആക്സിഡൻസ് ഉണ്ടല്ലോ, ആ ആക്സിഡൻസ് റിലേറ്റഡ് ആയിട്ട് തന്നെയുള്ള ആ ആക്സിഡൻസ് റെഡ്യൂസ് ചെയ്യാൻ തക്കമുള്ള പ്രിവെന്റീവ് മെഷേഴ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. ജനറൽ സേഫ്റ്റി ഐഡിയാസ് കൂടുതൽ നൽകുന്നതിന് ഉപരിയായി തന്നെ നമ്മൾ നൽകേണ്ട ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ അവിടുത്തെ ആ ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ആ പ്ലാന്റിന് തക്കാണ് ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളതിന് ഇതിൻ്റെ വർക്കായി, അതായത് ക്ലിയർലി പറയാമെങ്കിൽ ഒരു ഫോർമാൻ അല്ലെങ്കിൽ സൂപ്പർവൈസർ ഹു ഈസ് ഇൻചാർജ് ഓഫ് ദാറ്റ്, അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വർക്കായിരിക്കും ആ ഡേ ടു ഡേ അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് അവേഴ്സിൽ വരുന്നത്. കാരണം ഏതൊരു ഷിഫ്റ്റിലും ഏതൊരു ടൈമിങ്ങിലും ആക്സിഡൻസ് എന്ന് പറയുന്നത് ഏതൊരു ടൈമിലും ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് വർക്ക്. ആൻഡ് അവർക്ക് സ്പെഷ്യലായിട്ടുള്ള ട്രെയിനിങ് എംപ്ലോയീസിനൊക്കെ കൊടുക്കാനും ഒക്കെ ഉള്ളത് കൊണ്ട് ഫുൾ 100% വർക്കിംഗ് ടൈമിലായിരിക്കും അവരുടെ സേഫ്റ്റി. പിന്നെ അതിൻ്റെ താഴേക്ക് വരുന്ന കുറച്ച് പോയിന്റ്സ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെയും പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 1 or more ഫോളോയിങ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ മീൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സേഫ്റ്റി കമ്മിറ്റിക്ക് അല്ലെങ്കിൽ സേഫ്റ്റി സെക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതായ അവർക്കെല്ലാം തന്നെ നല്ല ടോപ്പ് മാനേജ്മെന്റിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള ഒരു സപ്പോർട്ട് വേണം. പിന്നെ അതിനായിട്ട് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒരാളെ വേണം. അതുപോലെ തന്നെ അവർക്ക് ഈസി ആയിട്ട് കൺവേ ചെയ്യാനും ഒരു ടൈമിങ്ങും അതോടൊപ്പം തന്നെയൊക്കെ എംപ്ലോയീസിന് കൊടുക്കാനുള്ള ഒരു ടൈമിങ് അവൈലബിലിറ്റി ഒക്കെ കൊടുക്കണം. എങ്കിൽ മാത്രമേ അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ 100% സക്സസ് കാണാൻ സാധിക്കുകയുള്ളൂ. ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ്. അത് ആ വേർഡ് കൊണ്ട് തന്നെ വളരെ ക്ലിയർ ആണ്, അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അടുത്ത ടൈറ്റിൽ എന്ന് പറയുന്നത് ആക്സിഡന്റ് ആണ്. ഇവിടെ ആക്സിഡന്റ് എന്ന് പറയുന്നത് വേറെ ഡിഫൈൻ ചെയ്യേണ്ട ഒരു ആവശ്യകത ഇല്ല. കാരണം ഏതൊരു പ്രവൃത്തിയാണോ അല്ലെങ്കിൽ ഏതൊരു ഇവൻ്റാണോ മനുഷ്യൻ്റെ ഹെൽത്തിന് ഇൻജേർഡ് ആക്കുന്നതോ അല്ലെങ്കിൽ എക്സ്റ്റേണലി ഒരു ലോസസ്, ഹ്യൂമൻ ഹെൽത്തിന് തന്നെ ലോസസ് വരുത്തുന്നത്, അതാണ് ആക്സിഡൻറ്റ്. ഇപ്പം ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങളൂടെ ആഡ് ഓൺ ചെയ്യാം. അതായത് സഡൻ ആയിട്ട് ഒക്കർ ചെയ്യുന്ന സർട്ടൺ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സർട്ടൺ പ്രോസസ്സ് കാരണം ഹെൽത്ത് ഓഫ് ദ മാൻ ഇഞ്ചൂറീസ് ആകുകയും അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട്, അതായത് കമ്പനിയുടെ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ലോസസ്, പിന്നെ
സെപ്പറേറ്റ് ആയിട്ട് പറയാമെങ്കിൽ വേറൊരു കാര്യം കൂടെ എന്താണെന്ന് പറഞ്ഞാൽ മെഷീനറിക്ക് ഉണ്ടാകുന്ന മെയിൻ്റനൻസ് ലോസസ് ഒക്കെ തന്നെ വളരെ ഒരു ഹൈ കോസ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ആ ഹൈ കോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വഴി പ്രോഫിറ്റ് മാർജിൻ വളരെ ഇതിലേക്ക് ലോ ചെയ്യാണ്. അത് ഒന്നാണ്. പിന്നീട് വർക്കിംഗ് പീപ്പിളിൻ്റെയും ഒക്കെ തന്നെ ഈവൻ ഡെത്തിലേക്ക് അല്ലെങ്കിൽ ഡിസബിലിറ്റിയിലേക്ക് റീസൺസ് ആകാവുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെയാണ് ആക്സിഡൻസിനകത്ത് ആക്സിഡൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മളിവിടെ പറയുമ്പോൾ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ് തന്നെയാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് വേണം പറയാൻ. അതുപോലെ തന്നെ പറയാവുന്ന ഒരു കാര്യമാണ്, ഒരു എംപ്ലോയി ഒരു ഇടത്ത് വർക്കിങ്ങിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ കൺസേൺ ചെയ്യുന്ന ഒരു കാര്യവും അത് തന്നെയാണ്, ആക്സിഡൻ്റ് ആണ്. അതിൻ്റെ ആക്സിഡൻറ്റ് റിലേറ്റഡ് ആയിട്ട് സർട്ടൺ ടോപ്പിക്സ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എക്കണോമിക് ആസ്പെക്ട്സും അതുപോലെ തന്നെ എത്ര ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ് ഉണ്ടെന്നുള്ളത്. ഫസ്റ്റ് വൺ, എക്കണോമിക് ആസ്പെക്ട്സ്. ഈ ആക്സിഡൻ്റ് എന്ന് പറയുന്നത് മിക്കവാറും സംഭവിക്കുന്നത് വഴി ഒരു എംപ്ലോയിക്ക് വളരെയധികം സാമ്പത്തിക ബാധ്യത കൊണ്ടുവരുത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റിനും ആ സാമ്പത്തിക ബാധ്യത കൊണ്ടുവരാൻ പറ്റും. കാരണം ഒരു ആക്സിഡൻറ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഉണ്ടാകുന്ന അത് അതിൻ്റെ ഇൻവോൾവ് ആയിട്ടുള്ള അപ്പോൾ അതായത് വിക്ടിമിന് ഉണ്ടാകുന്ന കോസ്റ്റസ് ഉണ്ട്. അതാണ് മേജറായിട്ട് വരുന്നത്. കാരണം അവരുടെ ലൈഫ് ലോങ് അതുമൂലം ആക്സിഡൻസ് മൂലം ഉണ്ടാകുന്ന ഇഞ്ചുറീസിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കൊണ്ടുണ്ടാകുന്ന കോസ്റ്റാണ് ഹൈ അപ്പായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ആ എംപ്ലോയർ അല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റിന് ആ എംപ്ലോയിക്ക് ആ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ആക്സിഡൻറ്റ് മൂലം ഒരു കോമ്പൻസേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ എക്കണോമിക് ആസ്പെക്ട്സിനകത്തെ മേജർ ഒരു കാര്യം. ഈ കോസ്റ്റിനെ തന്നെ, അതായത് എക്കണോമിക് ആസ്പെക്ട് ഇൻ ആക്സിഡൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കോസ്റ്റിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഫിനാൻഷ്യൽ സെക്ഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ കോസ്റ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഈ മെഡിക്കൽ കെയർ ആൻഡ് ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായ പൈസകൾ, അതുപോലെ തന്നെ കോമ്പൻസേഷൻ ഇൻഷുറൻസ് ഇൻക്ലൂഡിങ് പേയ്മെൻറ്റ് എക്സെട്ര ഓഫ് ദ ഹോസ്പിറ്റൽസ്, പിന്നെ അൺകോമ്പൻസേറ്റഡ് വേജ് ലോസ് ഓഫ് ദ ഇഞ്ചുവേർഡ് എംപ്ലോയി. അതായത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ കെയർ ഹോസ്പിറ്റലൈസേഷൻ, അതിന് സഡനായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഉള്ളതായിട്ടുള്ള പൈസയും, അതുപോലെ തന്നെ ആ എംപ്ലോയർ എടുക്കുന്ന ഇൻഷുറൻസിനെ അവെയിൽ ചെയ്യുന്നതും, പിന്നെ സർട്ടനായിട്ടുള്ള പേയ്മെൻറ്റ്സ് അവെയിൽ ചെയ്യാൻ തക്കവണ്ണം ഇൻക്ലൂഡ് കൊടുക്കേണ്ടതായ പേയ്മെൻറ്റ്സ്, അതുപോലെ തന്നെ അൺകോമ്പൻസേറ്റഡ് വേജ്, അതായത് ഈ ഇഞ്ചുവേർഡ് ആയിട്ടുള്ള പീപ്പിൾ ഈവൻ ഇൻഡസ്ട്രിയിൽ നിന്നായതുകൊണ്ട്, ഇൻഡസ്ട്രി ആ പ്ലാന്റിൽ തന്നെ നിൽക്കുമ്പോൾ ഉള്ള സംഭവങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് പ്രോപ്പറായിട്ട് ആ ടൈമിൽ ഉള്ള ലീവ് കൊടുക്കാതെ ഡയറക്റ്റ്ലി അവർക്ക് പേ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കേണ്ട അങ്ങനെയുള്ള സർട്ടൻ കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഓഫ് ആക്സിഡൻറ്റ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇഞ്ചുവേർഡ് പേഴ്സൻ്റെ ലോസ് ഓഫ് ടൈം, പിന്നെ ലോസ് ഓഫ് ഡാമേജ് ഓഫ് എക്യുപ്മെൻറ്റ്സ്, ലോസ് ഓഫ് ദ വേജ്, അതായത് നമ്മൾ മുമ്പേ പറഞ്ഞത് തന്നെ വേജ് ഒരു ഇഞ്ചേർഡ് വർക്കറിന് നമ്മൾ പേ ചെയ്യുന്നതായ വേജസ് എല്ലാം തന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റിനകത്താണ് വരുന്നത്. അത്രയധികം പോയിന്റ്സ് ഉണ്ട്, നിങ്ങൾക്കെല്ലാം അത് ഗോ ത്രൂ ചെയ്യുമ്പോൾ വളരെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വളരെ കോംപ്ലക്സ് രൂപത്തിലൊന്നും തന്നെ അതിനകത്തില്ല, വളരെ മൈജർ തന്നെ മനസ്സിലാകുന്ന ഒന്നാണ്. പിന്നെ ആക്സിഡൻസിൻ്റെ കീഴിൽ വരുന്ന സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ് ആണ്. അതായത് ഇൻഡസ്ട്രിയൽ ആക്സിഡൻസിനെ തന്നെ നമ്മളിവിടെ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് മെഷീനറി ആക്സിഡൻസും, അടുത്തത് നോൺ മെഷീനറി ആക്സിഡൻസും. ആ വേർഡിൽ നിന്ന് തന്നെ അത് ക്ലിയർ ആണ്, മെഷീനറി കൊണ്ടുണ്ടാകുന്നതും മെഷീനറി കൊണ്ടുണ്ടാകാത്തതും. അത് വളരെ ക്ലിയർ ആണ്, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. അതിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഡയറക്റ്റ് കാര്യങ്ങൾ കിട്ടും. പിന്നെ അതിൻ്റെ തുടർന്ന് വരുന്നതായ നോൺ മെഷീനറി ആക്സിഡൻസ്, അതായത് ആക്സിഡൻസ് ഒക്കേഴ്സ് ഡ്യൂ ടു പേഴ്സണൽ റീസൺസ് ഓഫ് ദ എംപ്ലോയി ഓർ പൂർ ഇൻഫ്രാസ്ട്രക്ചർ. നോൺ മെഷീനറി എന്ന് പറയുന്നത് മെഷീനെ സംബന്ധിച്ചല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് എംപ്ലോയീസ് തമ്മിലുള്ള ഒരു എലിഗേഷൻസോ അതുപോലെ തന്നെ ബിൽഡിംഗ് സ്ട്രക്ചർ അങ്ങനെയുള്ള അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്നത് ഒക്കെ തന്നെ അതിനകത്ത് സർട്ടൺ ഫാക്ടേഴ്സ് അവർ ഒരു കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട്. അതായത് ഏജ്, അതായത് ഒരു ഏജ് എന്ന് പറയുമ്പോൾ ഏജ് അവിടെ നമ്മളൊരു കാര്യമായിട്ട് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അത് എംപ്ലോയിയുടെ കേസിലും പറയും, അതോടൊപ്പം തന്നെ
ബിൽഡിങ്ങിൻ്റെ കേസിന് പിന്നെ ബിൽഡിങ്ങിൻ്റെ കാലപ്പഴക്കം കൊണ്ട് ബിൽഡിങ്സിനുണ്ടാകുന്ന ഇൻഫ്രാസ്ട്രക്ചറിനുണ്ടാകുന്ന ഡാമേജസ് വഴി ആക്സിഡൻസ് ക്രിയേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ യങ്ങറായിട്ടുള്ള ഒരു എംപ്ലോയീസിനൊക്കെ തന്നെ അവരുടെ സഡൻ മൂഡ് ചേഞ്ചിൽ അവർക്ക് ഒരു ആക്സിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയുള്ള പോയിന്റ്സ് ആണ് അതിൻ്റെ കീഴെ വരുന്നത്, അതിന് താഴേക്ക് വരുന്നത്. എക്സ്പീരിയൻസ്, ഫിസിക്കൽ കണ്ടീഷൻ, പ്രൊഡക്ഷൻ റേറ്റ്, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, ഇലൂമിനേഷൻ, ഫാറ്റിഗ്. ഈ ബാക്കി എല്ലാ വീടുകളിൽ നിങ്ങൾക്ക് ഓരോന്നും വായിച്ച ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ആക്സിഡൻസിനെ പറ്റി പറയുമ്പോൾ അത് ഫസ്റ്റായിട്ട് ആദ്യം തന്നെ പറയുന്നത് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ പറയേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ആക്സിഡൻസ് ഒക്കർ ചെയ്യുന്നത് വഴി വർക്കിംഗ് പീപ്പിൾസിനും അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയലിസ്റ്റിലും ഉണ്ടാകുന്ന സർക്കംസ്റ്റാൻസസ് എന്താണെന്ന് പറയുക. അതിനുശേഷം അതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതായ 2 പോയിന്റ്സ്, ആക്സിഡൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതായ 2 പോയിന്റ്സ്, അതായത് എക്കണോമിക് ആസ്പെക്ട്സും ടൈപ്സ് ഓഫ് ആക്സിഡൻസും, അത് വളരെ ക്ലിയർലി പറയുക. അപ്പോൾ അതിനകത്ത് പറയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെല്ലാം തന്നെ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. പേഴ്സണായിട്ടുള്ള, അതായത് ഒരു വർക്കിംഗ് പീപ്പിളിൻ്റെ സംബന്ധിച്ചുള്ള കാര്യവും അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യവും, അതായത് ആക്സിഡൻസിനെ പറ്റി പറയുമ്പോൾ 2 കാര്യങ്ങളും മിക്സ് ചെയ്ത് വേണം പറയാൻ. അത് നിങ്ങൾ ആർക്കെങ്കിലും ഞാൻ പറഞ്ഞത് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അടുത്തത് കോസസ് ഓഫ് ആക്സിഡൻസ്. കോസസ് ഓഫ് ആക്സിഡൻസ് തന്നെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന കാരണങ്ങൾ? ടെക്നിക്കൽ കോസസ് ആകാം, ഹ്യൂമൻ കോസസും ആകാം. ടെക്നിക്കൽ കോസസിൻ്റെ കീഴിൽ വരുന്നത് മെക്കാനിക്കൽ ഫാക്ടേഴ്സും എൻവയറമെൻ്റൽ ഫാക്ടേഴ്സും. ഹ്യൂമൻ കോസസിൻ്റെ കീഴിൽ വരുന്ന പേഴ്സണൽ ഫാക്ടേഴ്സ്. ഇതൊക്കെ തന്നെ നമുക്ക് ഒരു വേർഡിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാവുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ. പ്രത്യേകമായിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് പറഞ്ഞു തരേണ്ട കാര്യങ്ങളില്ല. കാരണം കാരണങ്ങൾ എന്നുള്ളതിൻ്റെ ഈ ക്ലാസിഫിക്കേഷൻസ് മാത്രം അറിഞ്ഞാൽ മതി. ബാക്കിയൊക്കെ ഒരു എൻവയറമെൻ്റൽ അല്ലെങ്കിൽ ഒരു ലേഔട്ട് അല്ലെങ്കിൽ ഒരു ഫാക്ടറിയുടെ ലേഔട്ട് സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഗോ ത്രൂ ദ നോട്ട്സ്, നിങ്ങൾക്ക് അത് ക്ലിയർ കട്ടായിട്ട് എഴുതാൻ സാധിക്കും. അടുത്തെന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ആക്സിഡൻസ് ആണ്. പ്രിവെൻഷൻ ഓഫ് ആക്സിഡൻറ്റ്സ് നമ്മൾ പറയുന്നത് തന്നെ, അതായത് പ്രോപ്പറായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ആക്സിഡൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് ബേസിക്കായിട്ട് certain necessary കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. Increase the morale of employee to have a good employer-employee relationship, to reduce operation and production costs, to prevent injury and pre-medical death of the employee. അതായത് ഈ 4 പോയിന്റ്സ് ഹെഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് പ്രിവെൻഷൻ വഴി, അതായത് നമ്മളൊരു നേരത്തെ ഒരു സേഫ്റ്റി പ്രോഗ്രാം ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി അല്ലെ സേഫ്റ്റി പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി നമുക്കല്ല ഇൻഡസ്ട്രിക്ക് ലഭിക്കുന്ന ഒരു നേട്ടങ്ങൾ, അല്ലെങ്കിൽ ആ നെസസറി കാര്യങ്ങൾ വഴി ഇൻഡസ്ട്രിക്ക് ലഭിക്കുന്ന ഒരു കാര്യങ്ങൾ കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അതിലേക്ക് നയിക്കപ്പെട്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് എംപ്ലോയീസിൻ്റെ ആ ഒരു ബിഹേവിയർ സ്റ്റാറ്റസും എല്ലാം തന്നെ നീറ്റാക്കി വെക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രോപ്പറായിട്ട് നല്ല മാനേഴ്സിൽ അവരുടെ വർക്കിംഗ് ടൈമിൽ അവിടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറയാം. അതോടൊപ്പം തന്നെ എംപ്ലോയീസും എംപ്ലോയറും മാനേജ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻസ് ഗുഡാക്കി വെക്കുക. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഈ കോസ്റ്റൊക്കെ റെഡ്യൂസ് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ളതും അല്ലാത്തതായ എംപ്ലോയീസിൻ്റെ ഡിസബിലിറ്റീസിനും ഡെത്തിനും കാരണമാകുന്ന കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്ത് വെക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആക്സിഡൻറ്റ് പ്രിവെൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് പറയുന്നത്. പ്രിവെൻഷൻ ഓഫ് ആക്സിഡൻസിനകത്ത് വരുന്ന സർട്ടൻ പോയിന്റ്സ് ആണ് സേഫ് വർക്ക് പ്ലേസ് ലേഔട്ട്, സേഫ് വർക്കിംഗ് കണ്ടീഷൻ, സേഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, പേഴ്സണൽ പ്രൊട്ടക്ഷൻ സർവീസസ് അല്ലെങ്കിൽ ഡിവൈസസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ്, പ്രിവെൻഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആക്സിഡൻറ്റ്സ്, ഗുഡ് ഹൗസ് കീപ്പിംഗ്, ആക്സിഡൻറ്റ് പ്രോനസസ്. അതായത് ഓൾറെഡി പറഞ്ഞു, പ്രിവെൻഷൻ ഓഫ് ആക്സിഡൻസ് എന്നത് വളരെ നെസസറിയാണ് ഒരു ഇൻഡസ്ട്രിക്കകത്ത്. കാര്യം നമ്മൾ 4 പോയിന്റുകൾ പറഞ്ഞായിരുന്നു. അപ്പം ആ
ആക്സിഡൻറ്റ് പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ് ആ വർക്ക് പ്ലേസിൻ്റെ സേഫ്റ്റി. ആ വർക്ക് പ്ലേസിൻ്റെ സേഫ്റ്റിക്ക് അനുസരിച്ച് ഉള്ള ലേ ഔട്ട് ഡിസൈൻ ചെയ്ത് ആ പ്രോപ്പറിൽ മൂവ്മെൻറ്റ് നടക്കുക. അതായത് ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹീറ്റബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മെഷീനറി ഉണ്ടെങ്കിൽ ആ ഹീറ്റഡ് ആയിട്ടുള്ള മെഷീനറി എല്ലാ എംപ്ലോയീസും ഏകദേശം തന്നെ മൂവ്മെൻറ്റ് നടക്കുന്ന ഒരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒത്തിരി അധികം എംപ്ലോയീസിന് ഇഞ്ചേർഡ് ആകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ബെൽറ്റ് വൈസ് മൂവ്മെൻ്റ് ഉള്ള ഇൻഡസ്ട്രി ഏരിയാസ് ഉണ്ടെങ്കിൽ ആ ബെൽറ്റിൻ്റെ മൂവ്മെൻറ്റ് പലപ്പോഴായിട്ട് അതിൻ്റെ ബ്രേക്കേജും ഡാമേജും കൊണ്ട് എംപ്ലോയിക്ക് ഡിസബിലിറ്റീസ് ഒക്കെ വരുത്താൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് വരുത്താൻ സാധ്യതയുണ്ട്. സോ അതിനെ പ്രോപ്പറായിട്ട് ഐസൊലേറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെയാണ് സേഫ് വർക്ക് പ്ലേസ് ലേ ഔട്ട് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. കാരണം എംപ്ലോയീസ് ഇനഫ് സ്പേസസ്, അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് മെഷർ അതിന് കൺട്രോൾ ചെയ്യാവുന്ന രൂപത്തിലുള്ള ലൊക്കേഷൻസിലേക്ക് മെഷീനറികളും അതോടൊപ്പം തന്നെ എംപ്ലോയീസിനെയും ലൊക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ക്ലിയർ ആയിട്ടുള്ള പാസേജസ്, അവർക്ക് നടക്കാനുള്ള സൗകര്യങ്ങൾ, അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ നടക്കാനുള്ള സൗകര്യങ്ങൾ, ഈവൻ സൂപ്പർവൈസേഴ്സിനാണ് ഇപ്പോൾ ചെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുമ്പോൾ അതിന് സേഫ് വർക്ക് പ്ലേസ് ലേ ഔട്ടിനകത്താണ് അത് എഴുതുന്നത്. പിന്നെ സേഫ് വർക്കിംഗ് കണ്ടീഷൻസ്. സേഫ് വർക്കിംഗ് കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കും? അത് പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷൻസ്, പ്രോപ്പറായിട്ടുള്ള ലൈറ്റിങ്, പിന്നെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇലൂമിനേഷൻസ്. അതായത് ഇലൂമിനേഷൻസ് എന്ന് പറയുമ്പോഴത്തേനും ലൈറ്റിംഗ് ഇലൂമിനേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ പ്രോപ്പർ ലൈറ്റിംഗ് വേണം ചില വർക്കുകൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ. അതോടൊപ്പം തന്നെ ഇലൂമിനേഷൻ എന്നത് ലൈറ്റിങ്ങുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. കാരണം ചില സർട്ടൺ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള കളറിങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും. ചില കേസിൽ ഡാർക്കായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സോ, ചില കേസസിൽ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള ഇലുമിനേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള പ്രൊഡക്ഷൻ റേറ്റ് അവിടെ കൂട്ടാൻ സാധിക്കത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നോയ്സസിൻ്റെ റിഡ്യൂസിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ സേഫ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ സേഫ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്, അതായത് അവിടെ നമുക്ക് യൂസ് ചെയ്യുന്നതായ മെഷീൻസിനകത്തേക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് എന്തോ അതിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന എക്യുപ്മെൻറ്റ്സ് അല്ല, അതിനേക്ക് ആവശ്യമായ റിസോഴ്സസിൻ്റെ പ്രോപ്പറായിട്ടുള്ള സേഫ് ഹാൻഡ്ലിങ്, അതോടൊപ്പം തന്നെ നമ്മുടെ സേഫ്റ്റി ഡിവൈസസ്. കാരണം ആദ്യം പറയുന്ന കേസ് നമുക്കൊരു സേഫ്റ്റിയെ സംബന്ധിച്ചാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് റിസീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ സോ അതിൻ്റെ റിസോഴ്സസ് ഡാമേജസ് കൂടാതെ തന്നെ കറക്റ്റായിട്ട് ആക്കുക എന്നുള്ളതാണ് ഒരാവശ്യം. സോ ഈ മെറ്റീരിയൽ ഹാൻഡ്ലിങ് സേഫ്ലി എന്ന് പറയുമ്പോൾ അതിനകത്ത് സർട്ടൺ കാര്യങ്ങൾ നോക്കിയാൽ മതി. Do not overload handling equipments. Keep the working area clear. പിന്നെ സേഫ്റ്റി ഡ്യൂറിങ് ഹാൻഡ്ലിങ്, അതുപോലെ കീപ് ഫ്ലോർ ക്ലീൻ എക്സെട്ര കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് നോട്ട്സിനകത്ത് പോകുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നീട് വരുന്ന കാര്യങ്ങൾ പേഴ്സണൽ പ്രൊട്ടക്റ്റിംഗ് ഡിവൈസസ്. അതായത് ആ വേർഡ് തന്നെ ക്ലിയർ ആണ്, PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റിംഗ് എക്യുപ്മെൻറ്റ് ഓർ ഡിവൈസസ്. That is the devices which are additional and essential backup for the protection of workers. വർക്കേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ആവശ്യമായ എസെൻഷ്യൽ ബാക്കപ്പ് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യകതയുള്ള ഒരു ബാക്കപ്പ് നമ്മൾ മെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അതുതന്നെ അതിന് ഒരു ക്ലിയർ കട്ടായിട്ട് പറയാമെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ഐ, പ്രൊട്ടക്ഷൻ ഓഫ് ഹിയർ, പ്രൊട്ടക്ഷൻ ഓഫ് ആംസ്, പ്രൊട്ടക്ഷൻ ഓഫ് ഹെഡ്, നെക്ക്, പ്രൊട്ടക്ഷൻ ഓഫ് അതിലേക്ക് എന്തൊക്കെ എഫക്റ്റ് വരുന്നു, അതുപോലെ തന്നെ അതിനകത്ത് യൂസ് ചെയ്യുന്ന PPE കിറ്റ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. കണ്ണിനാണെങ്കിൽ ഗൂഗിൾ ഷീൽഡ്, ഡസ്റ്റ് സ്ക്രീൻ എക്സെട്ര. ചെവിക്കാണെങ്കിൽ ഇയർ പ്ലഗ്, കുഷൻ, ഹെൽമെറ്റ് എക്സെട്ര. ഈവൻ ഹെഡ് ആൻഡ് നെക്ക് ആണെങ്കിൽ ഹെഡ് സേഫ് ഗാർഡ്, ഹാർട്ട്, ഹാൻഡ്സ്, പ്രൊട്ടക്റ്റീവ് ക്യാപ്സ്, ഹെൽമെറ്റ് എക്സെട്ര. അത് ക്ലിയർ ആണ്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആക്സിഡൻറ്റ്സ്. അതായത് പ്രോപ്പറായിട്ടുള്ള വയറിങ്,
ഒക്കെ തന്നെ നടത്തുക. അതോടൊപ്പം തന്നെ പ്രോപ്പറായിട്ടുള്ള ഈ ഇലക്ട്രിക്കൽ മെയിൻ്റനൻസസ് നടത്തുക. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം സമയം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഏജ് മുന്നോട്ട് പോകും തോറും അതിന് പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് കൊടുക്കുമ്പോൾ അതിൻ്റെ വയറിങ്ങിന് ഇമ്പോർട്ടൻസ് നൽകണം, പ്രത്യേകിച്ച് ഒരു ഇൻഡസ്ട്രി ഏരിയയെ സംബന്ധിച്ചിടത്തോളം. കാരണം അത് മറ്റൊത്തിരി പേരുടെ ഡെത്തിലേക്ക് അല്ലെങ്കിൽ ഡിസബിലിറ്റിയിലേക്ക് കാരണമാകുന്ന ആക്സിഡൻസിന് വഴിവെക്കും. ലാസ്റ്റ് വൺ, ഗുഡ് ഹൗസ് കീപ്പിംഗ്. പ്രോപ്പറായിട്ടുള്ള ക്ലീൻലിനെസ് എല്ലാത്തും മെയിൻറ്റെയിൻ ചെയ്യുക. വർക്കിംഗ് എൻവയൺമെൻറ്റിൽ പ്രോപ്പറായിട്ടുള്ള ക്ലീൻലിനെസ് എൻവയൺമെൻറ്റ് ചെയ്യുക. അതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. അതുപോലെ തന്നെ അതിൻ്റെ ആവശ്യമായ കാര്യങ്ങൾക്ക് പ്രത്യേകമായിട്ട് റിസോഴ്സസും കാര്യങ്ങളും എത്തിക്കുവാനും അതുപോലെ തന്നെ പ്രോഡക്ട്സ് ക്ലിയർ ചെയ്യാനും വർക്കിംഗ് എൻവയൺമെൻറ്റിൽ ഉണ്ടാകുന്നതായ ലൈറ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസൊക്കെ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഗുഡ് ഹൗസ് കീപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ. പിന്നെ accident pronesis, that is continuing the tendency of a person to have more accidents as a result of persisting character. അതായത് അവരുടെ ഒരു മനുഷ്യൻ അല്ല ഒരു വർക്കിംഗ് പീപ്പിളിൻ്റെ ക്യാരക്ടറിലുള്ള ഒരു ബിഹേവിയറൽ ചേഞ്ച് കൊണ്ട് എപ്പോഴും ഒരു ആക്സിഡൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് നമ്മൾ വളരെയധികം സേഫായിട്ട് റെഡ്യൂസ് ചെയ്യാനുള്ള മാർഗങ്ങൾ നേരത്തെ തന്നെ കണ്ടിരിക്കണം. അടുത്ത ടൈറ്റിൽ എന്ന് പറയുന്നത് പൊല്യൂഷൻ ആൻഡ് എൻവയറമെൻ്റൽ കൺസിഡറേഷൻസ് ആണ്. അതായത് നമ്മൾ പ്ലാൻ സേഫ്റ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ കടന്നു വരുമ്പോൾ നമ്മൾ മെയിൻലി ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ പ്ലാൻ സേഫ്റ്റി എന്താണെന്നുള്ളതും ഇൻഡസ്ട്രിയൽ പ്ലാൻ സേഫ്റ്റിയുടെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആകുന്ന കാര്യങ്ങൾ എന്താണ്, എന്തൊക്കെയാണ് അതിനെ പറ്റി ചെയ്യേണ്ടത് എന്നൊക്കെയാണ്. അതുപോലെ തന്നെ പിന്നീട് വരുന്ന ടോപ്പിക്കാണ് ആക്സിഡൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആക്സിഡൻസ് ആണെങ്കിലും കൂടുതലായിട്ട് സേഫ്റ്റിയുടെ അല്ലെങ്കിൽ സേഫ്റ്റി എന്ന വേർഡിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത്, സേഫ്റ്റി എന്ന പ്രോസസ്സിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ആക്സിഡൻസ് ആണ് അടുത്ത പോയിന്റ്. അതിനകത്ത് അതിൻ്റെ പ്രിവെൻഷനും അതിൻ്റെ കോസസും അതുപോലെ തന്നെ അതിനെ പ്രിവെൻഷൻ ചെയ്യാൻ തക്കാനുള്ള പ്ലാൻ സേഫ്റ്റി പ്രോഗ്രാംസ് ഒക്കെ തന്നെയാണ്. ലാസ്റ്റായിട്ട് നമ്മൾ വരുന്നത് പ്ലാൻ സേഫ്റ്റിക്ക് വരുന്നത് എന്നാണ് പൊല്യൂഷൻ ആൻഡ് എൻവയറമെൻ്റൽ കൺസിഡറേഷൻ. ഈ പൊല്യൂഷൻ ആൻഡ് എൻവയറമെൻ്റൽ കൺസിഡറേഷൻ ഒരു സേഫ്റ്റിയെ സംബന്ധിച്ചോളം എന്തിനു പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലാന്റ് കൊണ്ട് മറ്റുള്ള വർക്കിംഗ് എൻവയറമെൻറ്റിലല്ലാത്തതായ ആളുകൾക്ക്, അതായത് എംപ്ലോയീസിനല്ലാത്തതായ ചുറ്റുപാടുമുള്ള നമ്മുടെ എർത്തിലുള്ള ആളുകൾക്ക് അതുമൂലം വരുന്നതായ ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസിനെ ക്ലിയർ ചെയ്യാൻ, അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്നതായ ആനിമൽ ഡെത്തസ്, അങ്ങനെയുള്ള ഏത് തരം ജീവികൾക്കും ഉണ്ടാകുന്നതായ ഇഷ്യൂസിൻ്റെ വഴിവെക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ ആൻഡ് എൻവയറമെൻ്റൽ കൺസിഡറേഷൻസ് അവിടെ നമ്മൾ എടുക്കതേ പറ്റത്തുള്ളൂ. അതായത് ഒരു നോട്ട് ഞാൻ വായിക്കാം. During the last few decades, the world pollution growth combined with the technological changes associated with our living standards and has created a greater consumption of our resources. The net effect of these caused the alterations of basic biological process, and to some extent these alterations became harmful. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുള്ളൂ. ഈ ടെക്നോളജിക്ക് അനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരുന്നത് കാരണം അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ചേരുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, ടെക്നോളജിക്കൽ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളും അതോടൊപ്പം തന്നെ വേൾഡിൻ്റെ പോപ്പുലേഷൻ അടിക്കടി കൂടുന്നതും കൊണ്ട് തന്നെ ഒത്തിരി അധികം റിസോഴ്സസ് യൂസ് ചെയ്യപ്പെട്ടു പോകുന്നു. നമ്മുടെ വേൾഡിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും കൂടുതലായിട്ട് യൂസ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ബയോളജിക്കൽ ഏരിയ, അതായത് ഈ എർത്തിൻ്റെ ആ ഒരു ബയോളജിക്കൽ സ്റ്റാൻഡ് തന്നെ ഒത്തിരി അധികം ചേഞ്ച് ചെയ്യപ്പെട്ടു. ഈ ചേഞ്ചസ് വളരെയധികം ഹാംഫുൾ ആയിട്ടാണ് വരുന്നത്. സോ പൊല്യൂഷൻ ആ കൂട്ടത്തിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ, അതായത് ഈ പൊല്യൂഷൻ ആ ഒരു ലിസ്റ്റിലേക്കാണ് ആഡ് ചെയ്യപ്പെടുന്നത്, ആ ഹാംഫുള്ളായിട്ട് ബയോളജിക്കൽ പ്രോസസ്സിനെ ചെയ്യാൻ തക്കവണ്ണം ആയിട്ട് കടത്തിവിടുന്ന ഒന്നാണ് പൊല്യൂഷൻ. സോ പൊല്യൂഷൻ ക്യാൻ കോസ് എ ഗ്രേറ്റർ ഓൾട്ടറേഴ്സ് ഇൻ ബയോളജിക്കൽ എൻവയൺമെൻറ്റ്. ആ ടോപ്പിക്കിൽ കണ്ടിന്യൂ ചെയ്യുന്നതായ കാര്യങ്ങൾ എന്ന് പറയുന്നത് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, തെർമൽ പൊല്യൂഷൻ, ന്യൂക്ലിയർ പൊല്യൂഷൻ. അതെല്ലാം തന്നെ അതിനകത്ത് നോട്ട്സ് നിങ്ങൾ നോക്കുക. കാരണം അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക,
ഏതൊരു നമ്മുടെ മെറ്റൽ ഹാൻഡ്ലിംഗ് ആൻഡ് ഫെസിലിറ്റീസ് പ്ലാനിങ് എക്സാമിനകത്ത് എയർ പൊല്യൂഷൻ ടൈപ്പ് ഓഫ് പൊല്യൂഷൻസ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് പൊല്യൂഷൻസ് കൊണ്ട് ഇൻഡസ്ട്രിക്ക് ഉണ്ടാകുന്ന സേഫ്റ്റി ഇഷ്യൂസ്, ചിലപ്പോൾ ഇൻഡസ്ട്രി സേഫ്റ്റി ഇഷ്യൂസിനകത്ത് തന്നെ വരുന്ന കൺസിഡറേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പൊല്യൂഷൻ എൻവയോൺമെന്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എയർ വാട്ടർ സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് ഇൻഡസ്ട്രി ബേസ് ചെയ്ത് തന്നെ എഴുതുക, ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ട് തന്നെ എഴുതുക. ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഒരു എയർ, ഇൻഡസ്ട്രിയിൽ നിന്ന് എക്സോസ്റ്റ് പൈപ്പ് വഴി വരുന്നതായ എയർ മറ്റ് തൊട്ടടുത്തുള്ള ഏരിയകളിലുള്ളവർക്ക് വളരെയധികം ദൂഷ്യമായിട്ടും ചെയ്യുന്നു. അവർക്ക് ആസ്മ പോലെയുള്ള അസുഖങ്ങൾ വരുന്നു എന്നുള്ളത് ക്ലിയർ ചെയ്യുക. അതോടൊപ്പം തന്നെ വാട്ടർ പൊല്യൂഷൻ വഴി അവിടുത്തെ മീനുകൾ, വാട്ടറായിട്ടുള്ള റിസോഴ്സസ് എല്ലാം തന്നെ ചത്തുപോകുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള എക്സ്പ്ലനേഷൻസ് കൊടുക്കുമ്പോൾ കഴിവുള്ളിടത്തോളം അതിൻ്റെ നമുക്കറിയാവുന്ന എക്സ്പ്ലനേഷൻസ് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഇതും കൂടെ കൊടുക്കുക, കൂട്ടത്തിൽ ചേർത്ത് പറയുക. ഓരോ പൊല്യൂഷനകത്തും അതിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, ടൈപ്സ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടുണ്ടാകുന്ന എഫക്ട്സ് കൊടുത്തിട്ടുണ്ട്, അതിനുപയോഗിക്കുന്ന കൺട്രോളിങ് എക്യുപ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഓരോ സെപ്പറേറ്റ് ആയിട്ട് വാട്ടർ പൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്, എയർ പൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്, സോയിൽ, ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് നോയ്സ് പൊല്യൂഷൻ എല്ലാത്തിനും തന്നെ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ തെർമൽ പൊല്യൂഷനെ കൂടി ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ശ്രദ്ധിച്ച് ചെയ്യുക. ലാസ്റ്റായിട്ടുള്ള ആ സോയിൽ പൊല്യൂഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ തന്നെ റോൾ ഓഫ് ഇൻഡിവിജ്വൽ ഇൻ പ്രിവെൻഷൻ ഓഫ് പൊല്യൂഷൻ കൂടെ ആഡ് ചെയ്യുന്നതായിട്ട് വരും. കാരണം സോയിൽ പൊല്യൂഷൻ വരെ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ട് പറയുന്നൊരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു മോഡ്യൂളിൻ്റെ ഒരു എൻഡ് എന്നുള്ള രൂപത്തിൽ, അതൊരു കംപ്ലീറ്റ് ചെയ്യുന്നുള്ള രൂപത്തിൽ നമുക്ക് പറഞ്ഞു നിർത്തുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ റോള് എത്രത്തോളമാണ് പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ എന്നുകൂടെ പറഞ്ഞ് നിർത്തണം. ഇത് ശരിക്കും മോഡ്യൂളിൻ്റെ മാത്രമല്ല, ആ ടോപ്പിക് വൈസ് പ്ലാൻ സേഫ്റ്റിക്കകത്തെ ഒരു ആസ്പെക്റ്റായ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷനായ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ കൺസിഡറേഷനകത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടിയാണ്. കാരണം ഇതിനാണ് അതിൻ്റെ കൺക്ലൂഷൻ വരേണ്ടത്. അത് ശ്രദ്ധിക്കുക, എന്തൊക്കെ റോളാണ് ഒരു ഇൻഡിവിജ്വൽ എടുക്കേണ്ടത് ഈ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി, അതായത് ഇപ്പോഴുള്ള ആ ബയോളജിക്കൽ എൻവയോൺമെൻറ്റ് അതേപോലെ തന്നെ നിലനിർത്തുക, സോയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, എനർജി സേവ് ചെയ്യുക, എയർ പൊല്യൂട്ടിങ് കുറയ്ക്കുക. അതായത് ഈ ഉണ്ടാകുന്നതായ നമ്മൾ പറഞ്ഞ പൊല്യൂഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ കുറയ്ക്കുക, കൂട്ടുക എന്നൊക്കെയുള്ളത് മാത്രമാണ് കൂട്ടുക എന്ന് ഒരിക്കലും പറയത്തില്ല, കുറയ്ക്കുക എന്നുള്ളത്. റെഡ്യൂസിങ് എക്സ്പോഷർ ടു ഇൻഡോർ എയർ പൊല്യൂട്ടൻസ്, സേവിങ് വാട്ടർ, റെഡ്യൂസിങ് വാട്ടർ പൊല്യൂഷൻ, റെഡ്യൂസ് സോയിൽ വേസ്റ്റ്, ഹസാർഡ് വേസ്റ്റ്, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. ഇത്രയും അധികം കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ സേഫ്റ്റി എന്ന് പറയുന്ന മോഡ്യൂളിനകത്ത് നമ്മൾ കംഅക്രോസ് ചെയ്ത്. സോ ഇന്നത്തെ ക്ലാസ് ഫസ്റ്റ് ക്ലാസ് എന്നാണ് തൽക്കാലം നമ്മൾ ഇത്രയധികത്തിലേക്ക് വരുന്നു. സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോട്ട്സ് നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് നോക്കി പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യും. സോ താങ്ക് യു.